ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സന്തോഷമല്ലേ? ഞായറാഴ്ചയുടെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കട്ടെ. ഇന്ന് നമുക്കൊരു സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലി പ്രത്യാശയില്ലാതെ ജീവിക്കുന്നവർ, മനോധൈര്യം നഷ്ടപ്പെട്ടവർ, അങ്ങനെയുള്ള സഹോദരങ്ങളെ ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യം ധ്യാനിക്കാം. നിങ്ങൾ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്നും എന്തുമാത്രം സഹിച്ചുവെന്ന് ധ്യാനിക്കുക. വളരെ സുന്ദരമായ ഒരു തിരുവചനം. സ്നേഹമുള്ളവരെ, പ്രത്യാശയില്ലാതെ മനോധൈര്യം നഷ്ടപ്പെട്ട വ്യക്തികൾ യേശുവിലേക്കാണ് ചിന്തിക്കേണ്ടത്. യേശു സഹിച്ച ആ പീഡകളും ആ കുരിശുമരണവും നമ്മൾ ധ്യാനിക്കണം. അപ്പോൾ നമുക്ക് മുന്നോട്ട് ജീവിക്കുവാനുള്ള ഊർജം നമുക്ക് ലഭിക്കും. അല്ലാതെ പ്രത്യാശയില്ലാത്തവരെ പോലെ നിരാശയിൽ കഴിയുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ പീഡാസഹനവും അപ്പസ്തോലന്മാരുടെയും വിശുദ്ധരുടെയും സഹനങ്ങളും ഒക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് കുതിക്കുവാനുള്ള ഊർജം നമുക്ക് ലഭിക്കും. ഈശോ സഹിച്ചതിൻ്റെ 1/4 പോലും സഹനങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറില്ല. പ്രത്യാശയുള്ളവരായി ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഇന്ന് ഈ തിരുവചനം കേട്ട എല്ലാ മക്കളെയും അങ്ങേ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, പ്രത്യാശയുള്ളവരായി മനോധൈര്യമുള്ളവരായി ജീവിക്കുവാനായിട്ടുള്ള വലിയ കൃപ, ശക്തി, അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്ന